ഹായ് ഓൾ, എല്ലാവർക്കും ഇൻ LiFe EdU അക്കാദമിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസും കൂടാതെ അതിൽ നിന്നും എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസുമാണ്. അത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ വരുന്ന ഒന്നാമത്തെ ചോദ്യം, എ ടീച്ചർ ക്യാൻ ബി സക്സസ്ഫുൾ ഇഫ് ഹി ഓർ ഷീ ഓപ്ഷൻസ് help students in better citizen, impart subject knowledge to students, prepare students to pass the examination, present the subject matter in a well organized manner. ഉത്തരം വരുന്നത് എ ആണ്, help student in better citizen. Second one, dynamic approach to teaching means options teaching should be forceful and effective, teacher should be energetic and dynamic, the topic of teaching should not be static but dynamic. The students should be required to learn through activities. ഉത്തരം വരുന്നത് ഡി ആണ്, the students should be required to learn through activities. മൂന്നാമത്തെ ചോദ്യം, at the primary school stage most of the teachers should be women because they options can teach children better than men, b know basic content better than men, c are available on lower salaries, d can deal with children with love and affection. ഉത്തരം വരുന്നത് ഡി ആണ്, can deal with children with love and affection. നാലാമത്തെ ചോദ്യം, spare the rod and spoil the child gives the message that options punishment in the class should be banned, b corporal punishment is not acceptable, c undesirable behavior must be punished, d children should be beaten with rods. ഉത്തരം ഏതാണ് വരുന്നത്? സി ആണ്, അൺഡിസൈറബിൾ ബിഹേവിയർ മസ്റ്റ് ബി പണിഷ്ഡ്. അതിനെയാണ് സ്പെയർ ദ റോഡ് ആൻഡ് സ്പോയിൽ ദ ചൈൽഡ് എന്ന് പറയുന്നത്. അഞ്ചാമത്തെ ചോദ്യം, എ പേഴ്സൺ ക്യാൻ എൻജോയ് ടീച്ചിങ് ആസ് എ പ്രൊഫഷൻ വെൻ ഹി ഓപ്ഷൻ എ ഹാസ് കൺട്രോൾ ഓവർ സ്റ്റുഡൻസ്, ബി കമാൻഡ്സ് റെസ്പെക്ട് ഫ്രം സ്റ്റുഡൻസ്, സി ഈസ് മോർ ക്വാളിഫൈഡ് ദാൻ ഹിസ് കൊളീഗ്സ്, ഡി ഈസ് വെരി ക്ലോസ് ടു ഹയർ അതോറിറ്റീസ്. ഉത്തരം ബി ആണ്, കമാൻഡ് റെസ്പെക്ട് ഫ്രം സ്റ്റുഡൻസ്. ആറാമത്തെ ചോദ്യം, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് എ സ്കെയിൽഡ് ഡൗൺ ടീച്ചിങ് സിറ്റുവേഷൻ? ഓപ്ഷൻസ് മാക്രോ ടീച്ചിങ്, ടീം ടീച്ചിങ്, കോപ്പറേറ്റീവ് ടീച്ചിങ്, മൈക്രോ ടീച്ചിങ്. ഉത്തരം മൈക്രോ ടീച്ചിങ് ആണ്. ഏഴാമത്തെ ചോദ്യം, എ ഗുഡ് ടീച്ചർ മസ്റ്റ് ബി ഓപ്ഷൻ എ resourceful and autocratic, b resourceful and participative, c resourceful and authoritative, d resourceful and dominant. ഉത്തരം ബി ആണ്, resourceful and participative. എട്ടാമത്തെ ചോദ്യം, ക്ലാസ് സ്റ്റാൻഡ്സ് ഫോർ ഓപ്ഷൻസ് complete literacy and studies in school, b computer literates and students in schools, c computer literacy and studies in schools, d center for literacy and studies in schools. ഉത്തരം സി ആണ്, കമ്പ്യൂട്ടർ ലിറ്ററസി ആൻഡ് സ്റ്റഡീസ് ഇൻ സ്കൂൾസ്. ഒമ്പതാമത്തെ ചോദ്യം, ഇഫക്റ്റീവ് ടീച്ചിങ് ഈസ് എ ഫങ്ഷൻസ് ഓഫ് ഓപ്ഷൻസ് ടീച്ചേഴ്സ് സാറ്റിസ്ഫാക്ഷൻ, ബി ടീച്ചേഴ്സ് ഹോണസ്റ്റി ആൻഡ് കമ്മിറ്റ്മെൻറ്റ്, സി teachers making students team and understand, d teachers liking for professional excellence. ആൻസർ സി ആണ്, ടീച്ചേഴ്സ് മേക്കിംഗ് സ്റ്റുഡൻസ് ടീം ആൻഡ് അണ്ടർസ്റ്റാൻഡ്. പത്താമത്തെ ചോദ്യം, ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് മീനിങ് ഓഫ് ലേണിംഗ് ഈസ് ഓപ്ഷൻസ് എ അക്വിസിഷൻ ഓഫ് സ്കിൽസ്, ബി മോഡിഫിക്കേഷൻ ഓഫ് ബിഹേവിയർ, സി പേഴ്സണൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ്, ഡി ഇൻകൾക്കേഷൻ ഓഫ് നോളേജ്. ഉത്തരം വരുന്നത് ബി ആണ്, മോഡിഫിക്കേഷൻ ഓഫ് ബിഹേവിയർ. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മളൊരു ടീച്ചറാണെന്ന് വിചാരിക്കുക, എന്നിട്ട് വേണം ആൻസർ ചെയ്യാൻ. 11ാമത്തെ ചോദ്യം, CIET സ്റ്റാൻഡ്സ് ഫോർ ആൻസർ സെൻറ്റർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എഡ്യൂക്കേഷൻ ടെക്നോളജി. 12ാമത്തെ ചോദ്യം, ടീച്ചേഴ്സ് റോൾ അറ്റ് ഹയർ എഡ്യൂക്കേഷൻ ലെവൽ ഈസ് ടു ഓപ്ഷൻസ് provide information to students, promote self-learning in students, encourage healthy competition among students, help students to solve their problems. ബി ആണ് ഉത്തരം, പ്രൊമോട്ട് സെൽഫ് ലേണിംഗ് ഇൻ സ്റ്റുഡൻസ്.
അടുത്ത ചോദ്യം. The e-content generation for undergraduate courses has been assigned by the Ministry of Human Resource Development to ഉത്തരം Consortium for Educational Communication. അടുത്ത ചോദ്യം. Education is the manifestation of perfection already in man was stated by ആരാണിത് പറഞ്ഞിരിക്കുന്നത്? സി ആണ്. സ്വാമി വിവേകാനന്ദനാണ് ഈ കോട്ട് പറഞ്ഞിരിക്കുന്നത്. 15ാമത്തെ ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പ്രിസ്ക്രൈബ്ഡ് ലെവൽ ഓഫ് ടീച്ചിങ്? ഓപ്ഷൻസ് മെമ്മറി, അണ്ടർസ്റ്റാൻഡിംഗ്, റിഫ്ലക്റ്റീവ്, ഡിഫറൻസിയേഷൻ. ഉത്തരം ഡി ആണ്, ഡിഫറൻസിയേഷൻ. അടുത്ത ചോദ്യം. മാക്സിമം പാർട്ടിസിപ്പേഷൻ ഓഫ് സ്റ്റുഡൻസ് ഡ്യൂറിങ് ടീച്ചിങ് ഈസ് പോസിബിൾ ത്രൂ ഓപ്ഷൻസ് ലെക്ചർ മെത്തേഡ്, ഡെമോൺസ്ട്രേഷൻ മെത്തേഡ്, ഇൻഡക്റ്റീവ് മെത്തേഡ്, ടെക്സ്റ്റ് ബുക്ക് മെത്തേഡ്. ഉത്തരം ഇൻഡക്റ്റീവ് മെത്തേഡാണ്. അടുത്ത ചോദ്യം. ആറ്റിറ്റ്യൂഡ് ഓഫ് ദ ടീച്ചർ ദാറ്റ് അഫക്റ്റ് ടീച്ചിങ് പെർട്ടെയിൻസ് ടു ഓപ്ഷൻസ് എ അഫക്റ്റീവ് ഡൊമെയിൻ, ബി കോഗ്നിറ്റീവ് ഡൊമെയിൻ, സി കൊണേറ്റീവ് ഡൊമെയിൻ, ഡി സൈക്കോമോട്ടർ ഡൊമെയിൻ. ഉത്തരം എ ആണ്, അഫക്റ്റീവ് ഡൊമെയിൻ. അടുത്ത ചോദ്യം. എ ഗുഡ് ടീച്ചർ ഈസ് വൺ ഹൂ gives useful information, explain concept and principles, gives printed note to students, D inspire students to learn. ഉത്തരം ഡി ആണല്ലേ, ഇൻസ്പയർ സ്റ്റുഡൻസ് ടു ലേൺ. അടുത്ത ചോദ്യം. ഗ്രേറ്റർ ദ ഹാൻഡിക്യാപ്പ് ഓഫ് ദ സ്റ്റുഡൻസ് കമ്മിങ് ടു ദ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഗ്രേറ്റർ ദ ഡിമാൻഡ് ഓൺ ദ ഓപ്ഷൻസ് ഫാമിലി, സൊസൈറ്റി, ടീച്ചർ, സ്റ്റേറ്റ്. ഉത്തരം സി ആണ്, ടീച്ചർ. 20ാമത്തെ ചോദ്യം. വാട്ട് ഓഫ് ദ ഫോളോയിങ് ആട്രിബ്യൂട്ട്സ് ഡിനോട്ട് ഗ്രേറ്റ് സ്ട്രെങ്ത് ഓഫ് എ ടീച്ചർ? ഓപ്ഷൻ ഫുൾ ടൈം ആക്റ്റീവ് ഇൻവോൾവ്മെൻറ്റ് ഇൻ ദ ഇൻസ്റ്റിറ്റ്യൂഷണൽ മാനേജ്മെൻറ്റ്, ബി സെറ്റിംഗ് എക്സാമ്പിൾസ്, സി വില്ലിംഗ്നെസ് ടു പുട്ട് അസംഷൻസ് ടു ദ ടെസ്റ്റ്, ഡി അക്നോളജിങ് മിസ്റ്റേക്ക്. ഉത്തരം വരുന്നത് ബിയും സിയും ഡിയുമാണ്. സെറ്റിംഗ് എക്സാമ്പിൾസ്, willingness to put assumptions to the test, acknowledging mistakes. അടുത്ത ചോദ്യം. What are required for good teaching? Options diagnosis, remedy, direction, feedback. ഉത്തരം all of the above ആണ്. ഒരു ഗുഡ് ടീച്ചിങ്ങിന് ഈ പറഞ്ഞ എല്ലാ ഓപ്ഷൻസും ആവശ്യമാണ്. അടുത്ത ചോദ്യം. എ ടീച്ചർ ഇൻ എ ക്ലാസ് റൂം ഹാസ് ഇമ്മീഡിയറ്റ് കൺട്രോൾ ഓവർ ഓപ്ഷൻസ് the self-selected methods of communication and the message, B the audience, the noise and the reception, C the feedback, the technology and the audience experience, D the communication channel, other communicators and external factors. ഉത്തരം എ ആണ്, the self-selected methods of communication and the message. 23ാമത്തെ ചോദ്യം. What do communicators towards carry in a classroom situation? Options A inspiration, controversy and introspection, B diversion, criticism and irrationality, C insipidity, irrationality and non-acceptance, D power, structure and tradition. ഉത്തരം ഡി ആണ്, പവർ, സ്ട്രക്ചർ ആൻഡ് ട്രഡീഷൻ. അടുത്ത ചോദ്യം. ആസ് എ ടീച്ചർ സെലക്ട് ദ ബെസ്റ്റ് ഓപ്ഷൻ ടു എൻഷുർ യുവർ ഇഫക്റ്റീവ് പ്രസൻസ് ഇൻ ദ ക്ലാസ് റൂം. ഓപ്ഷൻ എ യൂസ് ഓഫ് peer of command, B making aggressive statements, C adoption of well established posture, D being authoritarian. ഉത്തരം സി ആണ്, അഡോപ്ഷൻ ഓഫ് വെൽ എസ്റ്റാബ്ലിഷ്ഡ് പോസ്ചർ. അടുത്ത ചോദ്യം. വൈൽ ഡെലിവറിംഗ് ലെക്ചർ ഇഫ് ദർ ഈസ് സം ഡിസ്റ്റർബൻസ് ഇൻ ദ ക്ലാസ് എ ടീച്ചർ ഷുഡ് ബി. എന്തായിരിക്കും ടീച്ചർ ചെയ്യുക? ഓപ്ഷൻസ് കീപ് ക്വയറ്റ് ഫോർ എ വൈൽ ആൻഡ് ദെൻ കണ്ടിന്യൂ, ബി പണിഷ് ദൂസ് കോസിംഗ് ഡിസ്റ്റർബൻസ്, സി മോട്ടിവേറ്റ് ടു ടീച്ച് ദൂസ് കോസിംഗ് ഡിസ്റ്റർബൻസ്, ഡി നോട്ട് ബോദർ ഓഫ് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദ ക്ലാസ്. ഉത്തരം ഏതാണ്? സി ആണ് കേട്ടോ, മോട്ടിവേറ്റ് ടു ടീച്ച് ദൂസ് കോസിംഗ് ഡിസ്റ്റർബൻസ്. അടുത്ത ചോദ്യം. പ്രോബ്ലം ഇൻ ഓറൽ റീഡിംഗ് ഈസ് എ സിംറ്റം ഓഫ്. ഓപ്ഷൻസ്
ഡംനെസ്, ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ്, ഹിയറിംഗ് ഇമ്പയർമെൻറ്റ്, ലേണിംഗ് ഡിസേബിൾഡ്. ഉത്തരം ഡി ആണ്, ലേണിംഗ് ഡിസേബിൾഡ്. അടുത്ത ചോദ്യം, ദ മെയിൻ എയിം ഓഫ് സർവശിക്ഷ അഭിയാൻ ഈസ്. ഉത്തരം യൂണിവേഴ്സലൈസേഷൻ ഓഫ് എലമെൻ്ററി എഡ്യൂക്കേഷൻ. 28ാമത്തെ ചോദ്യം, ഇഫ് എ ചൈൽഡ് കോൺസിസ്റ്റൻ്റ്ലി സ്ട്രഗിൾസ് വിത്ത് ടൈയിങ് ഷൂ ലേസസ്, ബട്ടണിങ് ക്ലോത്ത്സ് ആൻഡ് യൂസിങ് utensils despite having age-appropriate fine motor skills in other areas, it is most indicative of options: dyspraxia, B. dysgraphia, C. dyslexia, D. dystopia. ഉത്തരം എ ആണ്, ഡൈസ്പ്രാക്സിയ. 29ാമത്തെ ചോദ്യം, ലേണിംഗ് ഒബ്ജക്റ്റീവ് മീൻസ്. ഓപ്ഷൻസ്: ലേണിംഗ് എക്സ്പീരിയൻസ്, കൺസൈസ് ഔട്ട്കംസ്, അക്കാദമിക് അച്ചീവ്മെൻറ്റ്, ഇൻറ്റൻഡഡ് ലേണിംഗ് ഔട്ട്കംസ്. ഉത്തരം ഡി ആണ്, ഇൻറ്റൻഡഡ് ലേണിംഗ് ഔട്ട്കംസ്. അടുത്ത ചോദ്യം, വാട്ട് ഷുഡ് ബി ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ടീച്ചിങ്. ഉത്തരം ടു ഡെവലപ്പ് തിങ്കിങ് പവർ ഓഫ് സ്റ്റുഡൻസ്. അടുത്ത ചോദ്യം, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ഇൻഡിക്കേറ്റീവ് ഓഫ് ദ ക്വാളിറ്റി ഓഫ് ടീച്ചിങ്. ഓപ്ഷൻസ്: പീരീഡ് ഓഫ് മെയിൻറ്റെയിനിങ് പീസ് ഇൻ ദ ക്ലാസ് റൂംസ്, ബി. സ്റ്റാൻഡേർഡ് ഓഫ് ക്വസ്റ്റ്യൻസ് റേസ്ഡ് ബൈ സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ് റൂം, സി. സ്റ്റാൻഡേർഡ്സ് ഓഫ് ആൻസേഴ്സ് റിപ്ലൈഡ് ബൈ സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ് റൂം, ഡി. പാസ് പെർസെൻറ്റേജ് ഓഫ് ദ സ്റ്റുഡൻസ്. ഉത്തരം ബി ആണ്, സ്റ്റാൻഡേർഡ് ഓഫ് ക്വസ്റ്റ്യൻസ് റേസ്ഡ് ബൈ സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ് റൂം. 32ാമത്തെ ചോദ്യം, ഇൻ വിച്ച് ലെവൽ ഓഫ് ടീച്ചിങ് ദ ലേണർ ഗെറ്റ്സ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ഡിസ്ക്രിമിനേറ്റ് അറ്റ് ലെങ്ത് ബിറ്റ്വീൻ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് എക്സാംപ്ലേഴ്സ് ഓഫ് കോൺസെപ്റ്റ്. ഓപ്ഷൻസ്: മെമ്മറി ലെവൽ, അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ, റിഫ്ലെക്റ്റീവ് ലെവൽ, ഓട്ടോണമസ് ഡെവലപ്മെൻറ്റ് ലെവൽ. ഉത്തരം ബി ആണ്, അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ. അടുത്ത ചോദ്യം, വാട്ട് ഡസ് ദ പ്ലേവേ മെത്തേഡ് ഡെവലപ്പ് ഇൻ സ്റ്റുഡൻസ്. ഓപ്ഷൻസ്: കോഗ്നിറ്റീവ് ഓൺലി, ബി. ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് ഓൺലി, സി. ഇമോഷണൽ ഡെവലപ്മെൻറ്റ് ഓൺലി, ഡി. ഓൾ ഓഫ് ദ എബോവ്. ഉത്തരം ഡി ആണ്, ഓൾ ഓഫ് ദ എബോവ്. 34ാമത്തെ ചോദ്യം, സ്റ്റുഡൻറ്റ് സെൻട്രിക് ക്ലാസ് റൂം ഈസ് മീൻ ഫോർ. ഓപ്ഷൻസ്: എ. അഡ്രസ്സിംഗ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ്, ബി. റെഡ്യൂസിംഗ് ടീച്ചർ ഓറിയൻറ്റഡ് ലെക്ചേഴ്സ്, സി. റീകോളിംഗ് ദ പ്രീവിയസ് നോളേജ്, ഡി. എൻഗേജിംഗ് ദ എൻറ്റയർ ക്ലാസ്. ഉത്തരം എ ആണ്, അഡ്രസ്സിംഗ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ്. 35ാമത്തെ ചോദ്യം, എ ടീച്ചർ ഗീവ്സ് എ ലോട്ട് ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് എക്സാമ്പിൾസ് ഇൻ ഹിസ് ഓർ ഹെർ പ്രസൻറ്റേഷൻസ് ഇൻ ദ ക്ലാസ് റൂം. ദിസ് വിൽ ബി റിലേറ്റഡ് ടു വിച്ച് ലെവൽ ഓഫ് ടീച്ചിങ്. ഓപ്ഷൻസ്: ഓട്ടോണമസ് ഡെവലപ്മെൻറ്റ് ലെവൽ, മെമ്മറി ലെവൽ, അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ, റിഫ്ലെക്റ്റീവ് ലെവൽ. ഉത്തരം സി ആണ്, അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ. ഈ വീഡിയോയിലൂടെ നമ്മൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ നിന്നും പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് നോക്കിയത്. എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, യൂസ്ഫുൾ ആണ് തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്യുക. താങ്ക്